ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്നലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കണവത്തോരനാണ് കേട്ടോ. അതും വെറുതെ അല്ല കേട്ടോ, നമ്മുടെ പൊടികളൊക്കെ നല്ലോണം വറുത്തരച്ച് വെച്ച കണവത്തോരനാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ കണവയെന്നാണ് കേട്ടോ പറയുന്നത്. ചിലയിടത്ത് കൂന്തലെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പാൻ ആദ്യം വെള്ളമൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പൊടികൾ ആഡ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത്രയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് ഈ സമയം ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാമേ. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇതാ അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഇത് മാറ്റാം കേട്ടോ. മാറ്റിയതിന് ശേഷം നമുക്കിനി കണവത്തോരൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇന്ന് മൺചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിൽ കൂടി നിൽക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ച് തന്നെ എടുക്കണേ. അപ്പോൾ ചതച്ചെടുത്ത് അത് നമ്മുടെ വെളിച്ചെണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഈ സമയം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഒരു 10 ചെറിയ ഉള്ളി നമുക്ക് ഇതിലോട്ടൊന്ന് തൊലിച്ച് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വെളുത്തുള്ളിയൊക്കെ ഇട്ട് അല്ല നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഒരുപാടൊന്നും വഴണ്ട് വരണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തൊണ്ടൻ മുളക് എന്നാണ് കേട്ടോ ഇത് പറയുന്നത്. ഇതൊക്കെ തിരുവനന്തപുരം സ്റ്റൈലിൽ കിട്ടുന്ന ഒരു ഐറ്റം മുളകാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ പച്ചമുളകാണുള്ളെങ്കിൽ അതും ഈ സമയം നമുക്ക് എരിവിനനുസരിച്ച് 2-3 ഒക്കെ ആഡ് ചെയ്യാമേ. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു 4 തൊണ്ടൻ മുളക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കണവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കണവ എല്ലാം നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണവയ്ക്ക് വേണ്ടിയാണ്. കണവ നല്ലോണം ഒന്ന് മഞ്ഞൾപ്പൊടിയായിട്ടൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. 1/4 തൊട്ട് ഒരു 1/2 കപ്പ് വെള്ളം വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യം വെള്ളം കണവയിലും കാണും. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു മാക്സിമം ഒരു 1/4 തൊട്ട് ഒരു 1/2 കപ്പ് വരെ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റിയെടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാമേ. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ ഒരു പകുതി ഭാഗം അത്രയും മതി കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങയുടെ പകുതി ചിരകി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടി അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4-3 ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നമുക്കൊരു കുറച്ച് തോതിലുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ തോരൻ്റെ പരുവത്തിൽ ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പരുവം. ഇത് മതി. നമുക്കിനി നമ്മുടെ മീൻ എന്തായെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ കണവയൊക്കെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. അപ്പോൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ പെട്ടെന്നൊന്ന് വറ്റി കിട്ടുവേ. അപ്പോൾ വെള്ളം ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വറ്റി കണവയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പിട്ടിരുന്നു. ആ ഉപ്പേ ഉള്ളൂ. നമുക്കിനി അരപ്പെല്ലാം ഇട്ട് ഒന്ന് റെഡിയായതിനു ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ.
അപ്പോൾ ദാ ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പെല്ലാം അതിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഇതിപ്പോൾ കണവ സൈഡിലുള്ള കണവയെല്ലാം കൂടെ ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മതിയേ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങളെ കയ്യിൽ കണവ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദാ എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം കേട്ടോ. അപ്പം മുൻപോട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കയറി കണ്ടോണേ. സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ തോരൻ്റെ പരുവത്തിനായിട്ടില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസിയാണ് കേട്ടോ. നല്ല നമ്മൾ മുളകൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മുളകും കുരുമുളകും ഒക്കെ കൂടെ ചേർത്ത് നല്ല എരിവുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഈ സമയത്ത് ആഡ് ചെയ്യല് കേട്ടോ. ഇനി നമുക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ആഡ് ചെയ്താൽ മതിയേ. ഇനി എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഓക്കെ നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് തൂവി കൊടുക്കാം. ഓക്കെ അപ്പോൾ ഏകദേശം 1/4 ഭാഗം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തോരൻ്റെ മെയിൻ ഐറ്റം ആണല്ലേ താളിച്ച് വയ്ക്കുക എന്നുള്ളത്. അപ്പം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താളിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് താളിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദാ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളക് ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ കറിവേപ്പില ഇട്ടപ്പോൾ അതെല്ലാം കൂടെ പൊട്ടി പൊട്ടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഓക്കെ അപ്പോൾ നമ്മൾ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കണവയിലോട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ കണവ ദാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ തോരനാണ് കേട്ടോ. അപ്പോൾ ഇതാ കണവയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് താളിച്ചതും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാമേ. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കണവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻസ് ആയിട്ട് അറിയിക്കണേ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എരിവിനനുസരിച്ച് നമുക്ക് മുളകൊക്കെ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളകൊക്കെ ആഡ് ചെയ്യാമേ. അപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.